ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾ പോലും അതിൽ വലിയൊരു റെഡ് ഫ്ലാഗ് ആയിട്ടും ഗ്രീൻ ഫ്ലാഗ് ആയിട്ടും മാറാറുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് തകർക്കാൻ കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും റിലേഷൻഷിപ്പ് സേഫ് ആണ് എന്നതിൻ്റെ സയൻസ് കൂടിയാണ്. സോ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ഗ്രീൻ ഫ്ലാഗ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയായിരിക്കും ആ കാര്യങ്ങൾ? ഗ്രീൻ ഫ്ലാഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, സേഫ് ആണ്. അതായത് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകും, ഒരു രീതിയിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയാറുള്ളത്. സോ അങ്ങനെ ഗ്രീൻ ഫ്ലാഗ് ആണ് എന്നുണ്ടെങ്കിൽ ആ സൈനുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അതായത് മറക്കാതെ മനസ്സിലെങ്ങനെ വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ പ്ലേസോ ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് അവർ മനസ്സിൽ വെക്കുന്നുണ്ടാവും, അതായത് മറക്കാതെ വെക്കുന്നുണ്ടാവും. ചിലപ്പോൾ പിന്നീട് ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ബുക്കാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് വാങ്ങിത്തരിക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് അതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു കാര്യം എടുത്ത് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് അത് തരികയോ അങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് തരികയോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ തരാനുള്ള, അതല്ലെങ്കിൽ അത് ഓർത്ത് വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം എന്നുള്ളതാണ്. അതായത് പിന്നീട് ഒരു അവസരത്തിൽ നീ അന്ന് പറഞ്ഞിരുന്നില്ലേ ഈ ഒരു കാര്യം, ഓക്കെ ഞാനത് ഓർക്കുന്നുണ്ട് എന്നുള്ള ആ രീതിയിലുള്ള ഒരു കോൺവെർസേഷനൊക്കെ വരാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കാര്യം പോലും ഇവർ ഓർത്തിരിക്കുന്നുണ്ട്, നമുക്കൊരു അറ്റൻഷൻ തരുന്നുണ്ട്, നമുക്ക് വാല്യൂ തരുന്നുണ്ട് എന്നുള്ളത്. സോ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള വളരെ കുഞ്ഞു കാര്യങ്ങൾ പോലും ആൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു ഡ്രാമ എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡെയിലി ഒരുപാട് സമയം സംസാരിക്കുക എന്നുള്ളതല്ല, ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രമായിരിക്കാം. പക്ഷെ 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ ആ ദിവസത്തെ നടന്ന കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, കഴിഞ്ഞ കാര്യങ്ങളായിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ ഡ്രാമ എന്നുള്ളത് കാര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ശരിക്കും ജെന്യൂൻ ആയിട്ടല്ല സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിലാണ് ശരിക്കും നമ്മൾ അതായത് സ്നേഹം അഭിനയിക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലൊക്കെ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരു ഡ്രാമയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെ കള്ളത്തരം പറയുക അതിന്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കും നിങ്ങൾ ഈ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നല്ല ക്വാളിറ്റി ടൈം തന്നെ നിങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, കാരണം ഡെയിലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഡെയിലി നടക്കുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ ആണ് ഏതൊരു ബന്ധത്തിന്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതിൽ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബിസി ആണ് ആ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർക്ക് പറയും ഞാൻ തിരക്കാണ് എന്നുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വാനിഷ് ആവുന്ന ഒരാളായിരിക്കില്ല ഇവര്. അപ്പൊ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. പറയാതെ പോവുകയോ അല്ലെങ്കിൽ ആളെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. എത്ര തിരക്കാണെങ്കിലും ആ കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നത് വളരെ ജെന്യൂൻ ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അത് ആത്മാർത്ഥമായിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതായത് ചിലരെന്ന് പറയുന്നത് ഭയങ്കര ഓവർ കെയർ കാണിക്കുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് ഓവർ കെയർ കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഓവർ കെയർ കാണിക്കുന്നത് ഒരിക്കലും ആത്മാർത്ഥത കൊണ്ടല്ല. അത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ കാണിക്കുന്ന ഒരു തരം പ്രഹസനം മാത്രമാണ്. എപ്പോഴും നല്ല രീതിയിൽ ജെന്യൂൻ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ ലിമിറ്റ് ചെയ്തിട്ടേ അവർ അത് കാണിക്കുള്ളൂ. നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിലും അതൊരു ലിമിറ്റിനെ കാണിക്കുള്ളൂ. അതല്ലാതെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന കാര്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ജെന്യൂൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇവർ ഓവർ കെയർ കാണിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കഴിച്ചോ എന്നാണെങ്കിലും നിനക്ക് സുഖമാണോ, കുഴപ്പമില്ലല്ലോ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു കെയറിങ് ആണ്, കെയറിങ്ങിന്റെ ഭാഗമാണ്. പക്ഷെ ഓവർ കെയർ അവർ കാണിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മീൻസ് ഇങ്ങനെയുള്ള നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ
അത് വളരെ നല്ലൊരു കാര്യമാണ്. അതും ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അതിനവര് ഓഫ്കോഴ്സ് അവര് സോറി പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഈഗോ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. സോറി പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്, ഞാൻ താഴ്ന്നു പോവും, ഇങ്ങനെയുള്ള സംഭവമോ അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, സോറി പറയേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ സോറി എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ താങ്ക്സ് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതും പറയും എന്നുള്ളതാണ്. എപ്പോഴാണോ ആവശ്യമുള്ളത്, അതായത് എപ്പോഴാണോ അവർക്ക് അങ്ങനെ പറയേണ്ട സാഹചര്യം വരുന്നത്, ആ സാഹചര്യങ്ങളിലൊക്കെ അവരങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ വേറെ കുറെ റിലേഷൻഷിപ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവരെ ജെന്യൂൻ ആയിട്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സോറി പറയേണ്ട സിറ്റുവേഷൻസ് മാക്സിമം അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് സോറി എന്നൊന്നും അവർ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ പറയാൻ നിൽക്കണേ, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെക്കാളും താഴെ ആകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാവും. ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സോറി ഒന്നും പറയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നല്ല. സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അവർ അത്രയും വാല്യൂ തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത് മറ്റൊരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് എടുക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനൊരു സ്ഥാനം എപ്പോഴും നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഇമോഷണലി എന്തെങ്കിലും ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, കൃത്യമായി ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കും. കുറേ പേർക്ക് കിട്ടാത്ത ഒരു കാര്യമാണിത്. അതായത് കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്കൊരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസിലൊന്നും എനിക്ക് അവരെ കിട്ടാറില്ല, അവർ ഒക്കെ തിരക്കാണ്, എപ്പോഴും തിരക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിന് സമയമില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇവര് മീൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇമോഷണലി ഒരു പ്രശ്നം വരുന്ന സമയത്ത്, നിങ്ങളെ കാണണം തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന സമയത്ത് അവർ കൂടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസിന് അവർ ഒത്തിരി വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. വിഷമാണെങ്കിലും ഇപ്പോൾ സന്തോഷമാണെങ്കിലും ഇനിയിപ്പോൾ അതല്ല അവരോട് സ്നേഹമാണെങ്കിലും ഒക്കെ അവർ കൃത്യമായി മനസ്സിലാക്കും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് വെച്ച് നിങ്ങൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യില്ല, അതിനെക്കുറിച്ച് കുത്തി പറയുകയോ ചോദിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അവർ. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു തന്നെയാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ഭാവിയിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ബന്ധം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും സൈനുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഗ്രീൻ ഫ്ലാഗ്സ് തന്നെയാണ്. ചിലർക്ക് പലപ്പോഴും സംശയം വരാറുണ്ട്, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ അത്ര വലുതാണോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മളിത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ടത്, കണ്ടില്ല എന്ന് നടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങളുടെ ബന്ധം നല്ലതാണ് എന്നുള്ളതിന്റെ സൈനുകളാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്